ദെൻ ഇവിടെ നോക്കുക എന്റെ മക്കളെ, ഇത് ഇത്രയും പഠിച്ചിരിക്കണം. ഒരു 6 ഞാൻ പറയുകയാണ്. അതായത് പെർസെപ്ഷൻ എന്താണ്. അപ്പോ നിങ്ങൾ പറഞ്ഞ സാധനമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ്. ഞാൻ പറഞ്ഞു യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യാം, വീഡിയോ ചെയ്തിട്ട് ആ PDF ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് മറ്റൊന്നുമല്ല, കേറ്ററ്റിന്റെ സൈക്കോളജി പഠിക്കുന്നത് എവിടെയൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ഒഴിവാക്കിക്കൂടാ, ഏതൊക്കെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ സാറേ, ഞങ്ങളിൽ ഉണ്ടാക്കി തരുമോ സാറേ എന്നൊരു ചോദ്യം. അതിനുള്ള മറുപടിയാണിത്. അത് മറ്റൊന്നുമല്ല, ഇനി മുതൽ കേറ്ററ്റ് എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും അവരുടെ ലേണിംഗ് തിയറീസ്, സൈക്കോളജിയുടെ ലേണിംഗ് തിയറീസ് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത, നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട 90% മാർക്ക് കിട്ടുന്ന ഫാക്റ്റുകൾ, കൺസെപ്റ്റുകൾ അണിനിരത്തിയിട്ടുണ്ട്. ഇത് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ടുള്ള കേറ്ററ്റ് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വിശകലനം ചെയ്ത് അതിൽ നിന്നും ഏറ്റവും ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുള്ള, ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ലേണിംഗ് തിയറീസിന്റെ ബ്ലൂ പ്രിന്റ് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇതിനകത്തുള്ള കാര്യങ്ങൾ അറിയാമോ? നിങ്ങൾ പേടിക്കേണ്ട. 90% ലേണിംഗ് തിയറീസിൽ നിന്ന് മാർക്ക് കിട്ടും. ഞാൻ 10% വിട്ടിട്ടാ പറയുന്നത്. ഞാൻ ദൈവമൊന്നുമല്ല, അതുകൊണ്ട് തന്നെ 10% വിട്ടിട്ടാ പറയുന്നത്. ആദ്യമേ നമുക്ക് ലേണിംഗ് തിയറിയിൽ നമുക്ക് ക്ലാസിക്കൽ കണ്ടീഷനിങ് തന്നെ എടുക്കാം. ഇവാൻ പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ നോക്കുക, എന്താണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് മനസ്സിലാക്കണം. എന്താണ് കണ്ടീഷൻഡ് സ്റ്റിമുലസ്? മലയാളം ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അനുബന്ധം ചെയ്യപ്പെടാത്ത ചോദകം, അനുബന്ധ ചോദകം. അതായത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആൻഡ് കണ്ടീഷൻഡ് സ്റ്റിമുലസ്. ദെൻ അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, കണ്ടീഷൻഡ് റെസ്പോൺസ്. അനുബന്ധ പ്രതികരണം, അനുബന്ധം ചെയ്യാത്ത പ്രതികരണം. ദെൻ എക്സ്റ്റിൻഷൻ, വിലോപം, സ്പോണ്ടേനിയസ് റിക്കവറി, പുനഃപ്രാപ്തി, സ്റ്റിമുലസ് ജനറലൈസേഷൻ. യു നോ ദ ഫാക്ട്, ഐ ഓൾറെഡി ടോൾഡ് യു. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പാവ്ലോവിൽ നിന്നും ചോദിച്ചിട്ടുള്ള 60% PYQ ഇറ്റ്സ് സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ സ്റ്റിമുലസ് ജനറലൈസേഷൻ, ചോദക സാമാന്യവൽക്കരണം. എത്രയോ ചോദ്യങ്ങൾ നിങ്ങൾ PYQ ചെയ്ത് കാണും. ചോദക സാമാന്യവൽക്കരണം, ഡിസ്ക്രിമിനേഷൻ, അതായത് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, ചോദക വിവേചനം പഠിപ്പിച്ചിട്ടുള്ളതാ. ചോദക വിവേചനം. ദെൻ ഹയർ ഓർഡർ കണ്ടീഷനിങ്. ഈ സാധനം ഇച്ചിരി പുതിയതാ, ഇപ്പൊ വീണ്ടും ചോദിക്കുകയാണ്. ഇത് കുറച്ചുകൂടി ടോപ്പ് ലെവൽ ആയിരുന്നു. ഇപ്പം കേറ്ററ്റിന് ചോദിച്ചു കൊടുക്കുകയാണ് ഹയർ ഓർഡർ കണ്ടീഷനിങ്. അതായത് ഒരു ന്യൂട്രൽ സ്റ്റിമുലസിന്റെ കൂടെ കണക്ട് ചെയ്യുന്നത്. ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഹയർ ഓർഡർ കണ്ടീഷനിങ്, ഉയർന്ന തലത്തിലുള്ള കണ്ടീഷനിങ്. ദെൻ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ, പാവ്ലോവിന്റെ തിയറിയുടെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ. ഇതാണ് ലേണിംഗ് തിയറിയിൽ പാവ്ലോവിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, നിർബന്ധമായും പഠിക്കേണ്ട തിയറിയുടെ ക്ലാസിക്കൽ കണ്ടീഷൻസിന്റെ കൺസെപ്റ്റ്. And the next one of the greatest person I have ever seen in education psychology, our famous Edward Lee Thorndike. അല്ലേ? തോണ്ടക്, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. എന്താണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിന്റെ പേര്? ട്രയൽ ആൻഡ് എറർ തിയറി, ശ്രമപരാജയ സിദ്ധാന്തം, കണക്ഷനിസം, ബന്ധ സിദ്ധാന്തം, സംബന്ധവാദം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ തോണ്ടക്കിന്റെ പസിൽ ബോക്സ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് അല്ലേ? സ്കിന്നർ ബോക്സ് വേറെ ഉണ്ട്. സോ ഡ്രൈവ്, മോട്ടിവേഷൻ, അതായത് ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ഡ്രൈവ്, ത്വര അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിൽ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. റാൻഡം മൂവ്മെന്റ്സ്, അനിയന്ത്രിതമായ ചലനങ്ങൾ. ആ പൂച്ച പുറത്ത് ചാടാൻ വേണ്ടി ഒരുപാട് റാൻഡം മൂവ്മെന്റ്സ്, അനിയന്ത്രിതമായ ചലനങ്ങൾ നടത്തിയില്ലേ? ദെൻ ആക്സിഡന്റൽ സക്സസ്, പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ചില സാഹചര്യത്തിൽ അതങ്ങ് ശരിയാകുന്നു, പൂച്ച പുറത്ത് വന്നു. ദെൻ അതിനകത്ത് പഠിക്കേണ്ട 3 പ്രൈമറി ലോസ് ഉണ്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ലോ ഓഫ് റെഡിനെസ്, സന്നദ്ധതാ നിയമം, ലോ ഓഫ് എക്സസൈസ്, പരിശീലന നിയമം ഓർ അഭ്യാസ നിയമം. ഈ അഭ്യാസ നിയമത്തിൽ തന്നെയാണ് ലോ ഓഫ് യൂസും ഡിസ്യൂസും. ഇത് പഠിക്കുന്നുണ്ട് കേട്ടോ. സാറിന് PSC ടെസ്റ്റുകൾക്കൊന്നും ഇത് വലുതായിട്ട് ചോദിച്ചിട്ടില്ല. പക്ഷേ കേറ്റഡ് എക്സാമിനേഷന് ആവർത്തന നിയമം, യൂസിങ് കണക്ഷൻ സ്ട്രെങ്തൻ ദം, അതായത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ലോ ഓഫ് യൂസും ലോ ഓഫ് ഡിസ്യൂസും. ഗൾഫിൽ നിന്ന് ഒരാള് നാട്ടിലേക്ക് വരുന്നു. അദ്ദേഹം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടും. തുടക്കം കാര്യം ഇവിടെ വന്ന് കുറെ നാൾ ഡ്രൈവ് ചെയ്യാതിരുന്നുകൊണ്ടാ. പക്ഷെ നിത്യാഭ്യാസിയാണെങ്കിലോ നമ്മളൊക്കെ ആണെങ്കിലോ പറന്നു പോവുകയും ചെയ്യും. അപ്പോൾ ലോ ഓഫ് യൂസ്, ഡിസ്യൂസ്, ലോ ഓഫ് എക്സസൈസിന്റെ ഭാഗമാണ് ലോ ഓഫ് എഫക്റ്റ്, ഫലനിയമം. ഇത് 3 പ്രൈമറി ലോസ് അദ്ദേഹത്തിന്റെ തിയറിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. Then the next one, apparent conditioning,
ഒപ്പറന്റ് കണ്ടീഷനിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ സ്കിന്നറുടെ ബുക്കുകൾ പഠിക്കണം. കഴിഞ്ഞ പ്രാവശ്യവും ചോദിച്ചതാണ്. സ്കിന്നറുടെ 5 ബുക്കുകളുണ്ട്, അത് കൃത്യമായി പഠിക്കണം. അതുപോലെ തന്നെ അത് RS ബന്ധമാണെന്ന്, റെസ്പോൺസ് സ്റ്റിമുലസ് ബന്ധമാണെന്ന്, അത് ഒപ്പറന്റ് കണ്ടീഷനിങ് ആണെന്ന് കൃത്യമായി നമുക്കറിയാം. ദെൻ റീഇൻഫോഴ്സ്മെന്റ് പ്രബലനം എന്ന ആശയമേ അദ്ദേഹത്തിന്റെയാണ്. സോ ഇവിടെ നോക്കുക, ഇവിടെ ഈ ഒരു കൺസെപ്റ്റിൽ ഓർത്തു വെക്കണം. ദാന്റെ പ്രതികരണം, ചോദകം, പ്രബലനം, അതായത് റെസ്പോൺസ്, സ്റ്റിമുലസ്, റീഇൻഫോഴ്സ്മെന്റ്. ഈ ഒരു കൺസെപ്റ്റ് വിദ്യാഭ്യാസ മേഖലയിൽ, അതായത് നിങ്ങൾക്ക് ഞാനാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു രീതിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ആശയമൊന്നല്ല. ഒപ്പറന്റ് കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട് RSR എന്ന് പറയുന്ന, അതായത് റെസ്പോൺസ്, ദെൻ സ്റ്റിമുലസ്, ദെൻ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് സജസ്റ്റ് ചെയ്ത് ഞാനാണ് ഒരു കോഡായിട്ട്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് എലി പോയി ലിവറിൽ ചവിട്ടുന്നു, അത് റെസ്പോൺസ് ആണ്. ലിവറിൽ ചവിട്ടുക എന്ന് പറയുന്ന റെസ്പോൺസ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എലിക്ക് ഒരു ധാന്യമണി അകത്തേക്ക് വീഴുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സ്റ്റിമുലസ്, ചോദകം. കഴിച്ചു, സന്തോഷമായി. വീണ്ടും ആ എലി എന്ത് ചെയ്യുന്നു? ആ ലിവറിൽ ചോട്ടും വിശക്കുമ്പോൾ പ്രചോദനമാണ് വീണ്ടും പ്രവർത്തിച്ച് ചെയ്യാൻ. നേരെ മറിച്ച് പാവ്ലോവിനെ സംബന്ധിച്ചിടത്തോളം ചോദകം കണ്ടതിന് ശേഷമാണ് പ്രതികരണം ഉണ്ടായത്. ഇവിടെ പ്രതികരണത്തിലൂടെ ചോദകം ഉണ്ടായി, അത് തുടർച്ചയായിപ്പെടുന്നു. അതാണ് സ്കിന്നറും പാവ്ലോവും തമ്മിലുള്ള വ്യത്യാസം. സോ അതാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. റെസ്പോൺസ്, സ്റ്റിമുലസ്, റീഇൻഫോഴ്സ്മെന്റ്, ദെൻ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, പോസിറ്റീവ് പണിഷ്മെന്റ്, നെഗറ്റീവ് പണിഷ്മെന്റ്, പോസിറ്റീവ് ശിക്ഷ, നെഗറ്റീവ് ശിക്ഷ, ധനപ്രബലനം, ഋണപ്രബലനം, സ്ഥിരമായിട്ട് ചോദിക്കുന്നതല്ലേ. ദെൻ ഇവിടെ നോക്കുക, പരുവപ്പെടുത്തിയെടുക്കൽ, ഷേപ്പ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംഡ് ലേണിംഗ്, സ്കിന്നറുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംഡ് ലേണിംഗ്. ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല, ഇത് കൃത്യമായും പഠിച്ചോ. ഇതിനപ്പുറത്തേക്ക് പോയിന്റുകളിൽ നിന്ന് സാധ്യത വളരെ കുറവാണ്. അതിന്റെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ കൂടി പഠിച്ചോണം. ഇനി നമുക്ക് ജസ്റ്റാൾഡിസത്തിലേക്ക് പോകാം. സമഗ്രതാവാദം എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലേ. സമഗ്രതാവാദം ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതാണ് സമഗ്രത എന്ന് പറയുന്നത്. സോ അതാണ് ടോട്ടാലിറ്റി. സമഗ്രത എന്ന ജർമ്മൻ വാക്ക്, ജസ്റ്റാൾഡ് എന്ന് പറയുന്ന ജർമ്മൻ വാക്കിന്റെ അർത്ഥം. സോ അവിടെ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് ഉണ്ട്. കോഹ്ലർ സുൽത്താൻ എന്ന് പറയുന്ന ചിമ്പാൻസിയില് പരീക്ഷണം നടത്തി ഇൻസൈറ്റ് തിയറി, ഉൾക്കാഴ്ച സിദ്ധാന്തം എന്ന് പറയുന്നത്. ദെൻ ഹോൾ ടു പാർട്ട്. ദെൻ ഇവിടെ നോക്കുക എന്റെ മക്കളെ, ഇത് ഇത്രയും പഠിച്ചിരിക്കണം. ഒരു 6 ഞാൻ പറയാണ്. അതായത് പെർസെപ്ഷൻ എന്താണ്? പെർസെപ്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റാൾഡ് തിയറിയുടെ ഏറ്റവും മർമ്മമാണ്. അതെന്താണെന്ന് പഠിക്കണം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല, അങ്ങനെയാണ് ഇന്നത്തെ ദിവസം തികയത്തില്ല. ദെൻ നോക്കുക, ലോ ഓഫ് പ്രോക്സിമിറ്റി, സാമീപ്യ നിയമം, ലോ ഓഫ് സിമിലാരിറ്റി, സമാന നിയമം, ലോ ഓഫ് ക്ലോഷർ, പൂർത്തീകരണം, ലോ ഓഫ് കണ്ടിന്യൂറ്റി, തുടർച്ച, ഫിഗർ ഗ്രൗണ്ട്, രൂപ പശ്ചാത്തലം, ഫിഗർ ഗ്രൗണ്ട് ഒക്കെ കൃത്യമായും പഠിപ്പിക്കുന്നതാണ്. പ്രാഗ്നൻസ്, നല്ല രൂപം, ലോ ഓഫ് പ്രാഗ്നൻസ്. ഇത്രയും സാധനം ജസ്റ്റാൾഡ് ലോ ആയിട്ട് പഠിച്ചിരിക്കണം. നേരത്തെ പറഞ്ഞ നിയമങ്ങൾ ഞാൻ പറഞ്ഞു. ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് എഫക്ട് എന്ന് പറയുന്ന തൊണ്ടേക്കിന്റെ കൺസെപ്റ്റും പഠിച്ചിരിക്കണം. ദെൻ 5 ഫിനോമിനൻ എന്ന് പറയുന്ന ഒരു സാധനം, അതിനകത്ത് പഠിക്കേണ്ട 2 പേരെയാണ്, മാക്സ് വെർത്തിമറും വോൾഫ് ഗാങ് കോഹ്ലറും. ഞാൻ കുർട്ട് കോഫ്കയെ സജസ്റ്റ് ചെയ്യുന്നില്ല. കോഹ്ലറെയും മാക്സ് വെർത്തിമറെയും നിങ്ങൾ പഠിക്കണം, കോഫ്കയെ സജസ്റ്റ് ചെയ്യുന്നില്ല. ദെൻ നമ്മുടെ ഇഷ്ടഭാജനം വന്നിരിക്കുകയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട സാധനം വന്നിരിക്കുകയാണ്. The one and only, the greatest educational psychologist and also genetic epistemologist I have ever seen in my life. The one and only constructivist, the father of constructivism, Jean Piaget's concept, constructivism. ജ്ഞാന നിർമ്മിതിവാദം കിടക്കുന്നത് എല്ലാം സാറ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സ്കീമ എന്താണ്, അസിമുലേഷൻ എന്താണ്, സ്വാംശീകരണം എന്താണ്, ഡിസിക്ലിബ്രേഷൻ അസന്തുലിതാവസ്ഥ എന്താണ്, ഇക്ലിബ്രേഷൻ സന്തുലീകരണം എന്താണ്, അക്കോമഡേഷൻ സംസ്ഥാപനം എന്താണ്, ബയോളജിക്കൽ അഡാപ്റ്റേഷൻ, ജൈവാനുകൽപ്പനം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പം പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് അല്ലേ. അതായത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം നമ്മുടെ ശരീരത്തിന്റെയും കൂടി ഭാഗമായിട്ട് മാറുന്നു, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. 10ൽ നിന്ന് 8 കുറച്ചാൽ എത്ര? 2. 4ൽ നിന്ന് 2 കുറച്ചാൽ എത്ര? 2. 6ൽ നിന്ന് 4 കുറച്ചാൽ എത്ര? 2. 8ൽ നിന്ന് 6 കുറച്ചാൽ എത്ര? 2. 14ൽ നിന്ന് 12 കുറച്ചാൽ എത്ര? 2. 16ൽ നിന്ന് 14 കുറച്ചാൽ എത്ര? 2. ബയോളജിക്കലി അഡാപ്റ്റഡ് ആയി നമ്മുടെ ശരീരത്തിൽ. ബയോളജിക്കലി അഡാപ്റ്റഡ് ആയ 2 എന്ന് പറയുന്ന ഒരു അറിവ്, ദാറ്റ് ഈസ് ബയോളജിക്കൽ അഡാപ്റ്റേഷൻ. കൃത്യമായി നോക്കുക. അതായത് ജൈവാനുകൽപ്പനം എന്ന് പറയും. ദെൻ ഇനി ഓരോ സ്റ്റേജിൽ പറയുന്ന കാര്യങ്ങൾ നോക്കണം. അതൊക്കെ ഇന്ദ്രിയ ചാലകഘട്ടം ഫസ്റ്റ് സ്റ്റേജ് ആണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസ്. സ്ഥിരം ചോദ്യമല്ലേ, ഇതില്ലാത്ത പരീക്ഷയില്ല. ഒബ്ജക്റ്റ് പെർമനൻസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇന്ദ്രിയ ചാലഘട്ടത്തിൽ വസ്തുസ്ഥിരത, വസ്തുസ്ഥൈര്യം. ദെൻ പ്രാക് മനോവ്യാപാര ഘട്ടത്തിൽ സദേജന ചിന്ത, അനിമിസം, ഈഗോസെൻട്രിസം, അഹം കേന്ദ്രീകൃത ചിന്തനം, ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്, പ്രത്യേകതയിൽ നിന്ന് പ്രത്യേകതയിലേക്ക് മൊത്തത്തിലുള്ള ടോട്ടാലിറ്റി കാണത്തില്ല. ദെൻ സെൻട്രേഷൻ, കേന്ദ്രീകരണം പഠിച്ചു വെച്ചോണം. അത് പ്രാക് മനോവ്യാപാര ഘട്ടത്തിൽ. ഇതൊക്കെ ഏത് ഘട്ടത്തിലാണെന്ന് ചോദിക്കും. ആ എബിലിറ്റികൾ ഇല്ല.
ഇവിടെ നോക്ക്, കൺസർവേഷൻ കിട്ടുന്നത് മൂർത്ത മനോവ്യാപാര ഘട്ടത്തിൽ, റിവേഴ്സിബിലിറ്റി പ്രത്യാവർത്തന ശേഷി, സീരിയേഷൻ ക്രമീകരണം, ഓർഗനൈസേഷൻ സംഘാടനം, ക്ലാസിഫിക്കേഷൻ തരംതിരിക്കൽ, ഇതെല്ലാം തേർഡ് സ്റ്റേജിലാണ്. മൂർത്ത മനോവ്യാപാര ഘട്ടം സൂക്ഷിച്ചു വെച്ചോ. കുട്ടി അറിവ് നിർമ്മിക്കുന്നുവെന്നും അധ്യാപകൻ ഒരു സഹായി മാത്രമാണെന്നും ദ ടീച്ചർ ഷുഡ് ബി എ ഫെസിലിറ്റേറ്റർ ഓൺലി എന്നുമാണ് പറയുന്നത്. ഇത് തന്നെയാണ് NCF 2000 എടുത്തേക്കുന്നത്, 2005 എടുത്തേക്കുന്നത്. അക്കോർഡിംഗ് ടു NCF 2005 the teacher should be a facilitator only. According to the NCF 2023 draft, the teacher should be a facilitator only. According to the National Policy on Education 2020 by the central government, the teacher should be a facilitator only, because we followed the entire system of education in India followed a constructivist approach. Okay, so Jean Piaget is very very important, very very important. ഈ സാധനം ഇത്രയും ജീൻ പിയാഷെ പഠിച്ചിരിക്കണം. ദാണ്ടേ ഫോർമുല ഓപ്പറേഷൻ സ്റ്റേജിൽ അബ്സ്ട്രാക്ട് തിങ്കിങ്, അമൂർത്ത ചിന്തനം വരുന്നു. മെറ്റാകോഗ്നിഷനൊക്കെ ചോദിച്ച് മറിയിപ്പം സ്ഥിരം. മെറ്റാകോഗ്നിഷൻ വരുന്ന ഫോർമുല ഓപ്പറേഷൻ സ്റ്റേജിലാണ്. ചിന്തകളിലൂടെ ചിന്തിക്കുക, ഇതല്ലേ ഇപ്പൊ നമ്മുടെ പരിപാടി അല്ലേ? ഇത് നോക്ക്, ഹൈപ്പോതെറ്റിക്കൽ തിങ്കിങ്, അനുകൽപ്പന ചിന്ത, ഇതെല്ലാം ഫോർമുല ഓപ്പറേഷൻ സ്റ്റേജിലാണ്. നിങ്ങൾ ഇന്നുള്ളതെല്ലാം ഫോർമുല ഓപ്പറേഷൻ സ്റ്റേജിലാണെന്ന് അങ്ങ് പഠിച്ചാൽ മതി. ഇനി ഇതാണ്ട് കിടക്കുന്ന ബ്രൂണർ, ചില്ലറക്കാരനല്ല, ജെറോമസ് ബ്രൂണർ ആണ്. ജെറോമസ് ബ്രൂണറുടെ ബുക്സ് പഠിക്കണം, നല്ലതാണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ നോക്കുക, ഡെവലപ്മെന്റ് സ്റ്റേജ്, 3 സ്റ്റേജുകൾ അറിയാലോ. ഐക്കണിക് സ്റ്റേജ്, ഇനാക്റ്റീവ് സ്റ്റേജ് ഒക്കെ അറിയാലോ. ദെൻ കൺസെപ്റ്റ് ഫോർമേഷൻ, ആശയ രൂപീകരണം എന്താണ്? കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, ആശയദാന മാതൃക, കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ആരുടെയാ? ജെറോമസ് ബ്രൂണറുടെ. ദെൻ ഡിസ്കവറി ലേണിംഗ്, കണ്ടെത്തൽ പഠനം, സ്പൈറൽ കരിക്കുലം, സർപ്പിള പാഠ്യക്രമം. നമ്മളൊക്കെ എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? സർപ്പിള പാഠ്യക്രമമാണ്. എങ്ങനെ? അതുമെന്തോ 1 പഠിക്കുന്നു, പിന്നെ 2 പഠിക്കുന്നു, പിന്നെ 3 പഠിക്കുന്നു, പിന്നെ 4 പഠിക്കുന്നു, പിന്നെ 1ന്റെ കൂടെ 1 കൂട്ടുന്നു, ദെൻ 2ൽ നിന്ന് 1 കുറയ്ക്കുന്നു, ദെൻ 2ന്റെ കൂടെ 2 ഗുണിക്കുന്നു, ദെൻ 8ൽ നിന്ന് 2 ഹരിക്കുന്നു. അല്ലേ? ഇങ്ങനെയല്ലേ പഠിച്ചത്? അതോ 1ാം ക്ലാസ്സിൽ ചെന്നപ്പോഴത്തേക്ക് നിങ്ങൾ ജോമെട്രിയും അരിത്തമെറ്റിക് പ്രോഗ്രഷനും ട്രിഗ്നോമെട്രി ഒക്കെയാണ് പഠിച്ചത്? അല്ല. ദെൻ ഇവിടെ വൈഗോഡ്സ്കി ഇല്ലാത്ത ചോദ്യമില്ല. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ്, ചൈൽഡ് സെന്റേഡ് എഡ്യൂക്കേഷൻ ആണെന്ന് പറയുന്നു. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, സമീപസ്ഥ വികാസ മണ്ഡലമുണ്ട്. മോർ നോളജബിൾ അതർ, അതായത് സ്കഫോൾഡർ, ടീച്ചർ ആകാം, കൂട്ടുകാരനാകാം. ദെൻ സ്കഫോൾഡിങ്, കൈത്താങ്. ദെൻ ഡയലോജിക് ലേണിംഗ്, സംവാദാത്മക പഠനം. ഇതെല്ലാം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് പഠിച്ചോണം കേട്ടെ. ഈ വാക്കുകൾ മാത്രം പഠിച്ചു വെക്കരുത്, ഇതെല്ലാം കൺസെപ്റ്റുകളാണ്. ഇതെല്ലാം കൺസെപ്റ്റ് ഇടാൻ പറ്റൂടാ കുട്ടികളെ. ഈ ഒരു ബുക്കിന്റെയും സഹായം ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് റെഫർ ചെയ്ത് പറയാൻ പറ്റുമെങ്കിൽ വളരെ മിടുക്കരായി പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയില്ല? സഹവർത്തിത പഠനം, കൊളാബറേറ്റീവ് ലേണിംഗ്, പ്രതിക്രിയ അധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ്. ഈ റെസിപ്രോക്കൽ ടീച്ചിങ്ങിന്റെ 4 സ്റ്റേജസ് കൂടി പഠിച്ചു വെക്കണം കേട്ടോ, ചോദിക്കും കേട്ടോ. ദെൻ ടീച്ചർ ഷുഡ് ബി എ ഫെസിലിറ്റേറ്റർ. ദെൻ ആൽബർട്ട് ബന്ധൂര, ഹു ഇസ് ബന്ധൂര സോഷ്യൽ ലേണിംഗ് തിയറി. ആൽബർട്ട് ബന്ധൂര കിടിലൻ സാധനമല്ലേ? ബോബോഡോൾ എക്സ്പെരിമെന്റ്. യെസ്, അനുകരണം എന്താണ്? മോഡലിംഗ്, ബോബോഡ് എക്സ്പെരിമെന്റ്. ഈ സാധനം മരിച്ചാലും മറക്കരുത്. അറ്റൻഷൻ, റിറ്റൻഷൻ, മോട്ടോർ റിപ്രൊഡക്ഷൻ ആൻഡ് മോട്ടിവേഷൻ, ശ്രദ്ധ, നിലനിർത്തൽ, ചാലക പ്രകടനം, പ്രചോദനം. ഞാൻ മോഡലിംഗ് കൂടി അതിനകത്ത് തുടക്കം ക്ലാസ്സിൽ മോഡലിംഗ് കൂടി ഞാൻ പറഞ്ഞതിന് ശേഷമാണ് ബാക്കി 4 സ്റ്റേജസ് പറയുന്നത്. ഇത് സിമ്പിൾ ആണ്, ബട്ട് പവർഫുൾ ആണ്. പഠിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. എല്ലാവരും ചെയ്യുന്ന ഉത്തരവാണ്. സോ സോഷ്യൽ ലേണിംഗ് തിയറി. ദെൻ ലോറൻസ് കോൾബർഗ്, മോറൽ ഡെവലപ്മെന്റ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു സൈദ്ധാന്തിക കാഴ്ചപ്പാടാണ്. മോറൽ എന്ന് പറയുന്ന ഡെവലപ്മെന്റ് ഉണ്ട്. ഇന്റലിജൻസ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഇല്ലേ നമുക്ക്, ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇല്ലേ നമുക്ക്, ഇമോഷണൽ ഡെവലപ്മെന്റ് ഇല്ലേ നമുക്ക്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇല്ലേ നമുക്ക്, കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇല്ലേ നമുക്ക്. ദെൻ മോറൽ ഡെവലപ്മെന്റ് ഉണ്ട്. അതിൽ 3 ലെവലിലായിട്ട് അതിന്റെ ആ ഓരോ സബിലും കുട്ടി അനുഭവിക്കുന്ന കാര്യങ്ങൾ അത് കൃത്യമായി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ 3 സ്റ്റേജ്, മൊത്തം 3 ലെവല്, മൊത്തം 6 സ്റ്റേജ്. അത് കൃത്യമായി പഠിച്ചോണം, ഏജ് വൈസ് പഠിച്ചോണം. അത് മാത്രം അതിൽ പഠിച്ചാൽ മതി. സോ ഇത്രയും കാര്യങ്ങളാണ് ലേണിംഗ് തിയറിയിൽ നിങ്ങളുടെ ഷുവർ ഷോട്ടുകൾ എന്ന് പറയുന്നത്. മക്കളെ ഇത് കളയരുത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ PDF കിടപ്പുണ്ട്, എടുത്തു വെച്ചോണം. മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, പഠിച്ചോണം. ഓൾ ദ വെരി ബെസ്റ്റ്.